നമസ്കാരം. കൃത്യം ഒരു വർഷം മുമ്പ് മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ കയറി അതിക്രമം കാണിച്ച് അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ട് പോയതും ഷാജിസ് കറിയ എന്ന പത്രപ്രവർത്തകനെ വേട്ടയാടിയതും ഒന്നും മറന്നുകൊണ്ടല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ഇനിയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. എൻ്റെ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അഭിപ്രായങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ, വാർത്തകളല്ലാതെ അഭിപ്രായം പറയുന്ന സന്ദർഭത്തിൽ ആ വീഡിയോയ്ക്ക് ആധാരമായ വസ്തുത എന്ത് എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അവിടെ ഷാജിസ് കറിയ പ്രതിസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ, കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ കുറ്റപ്പെടുത്തി തന്നെ പറയും. PV അൻവർ രക്ഷകന്റെ ഭാവത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ പറയും. അത് പറയണം, അതാണ് എന്റെ ശീലം. അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും ഈ രണ്ട് പിണറായി സർക്കാരിന്റെയും കാലത്ത്, അതായത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല ഒരു നിയമത്തെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത്. ആ ബില്ല്, ജപ്തിന്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല്, അത് പിണറായി കൊണ്ടുവന്നത് കൊണ്ട് മോശം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. നല്ലത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ ഈ 15 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല ബില്ലാണ് അതെന്ന് ഞാൻ പറയും. ജപ്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ജപ്തി ചെയ്ത് ലേലം ചെയ്ത് പോകേണ്ട സ്ഥാനത്ത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആ നഷ്ടപ്പെടുന്നവർക്ക് തിരിച്ച് കിട്ടാനുള്ള ഒരു സാധ്യത, ആ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ബിൽ. അത് തിരിച്ചെടുക്കാം, വേണമെങ്കിൽ ഗവൺമെന്റിന് ഇളവ് കൊടുക്കാം, ചെറിയൊരു തുക അടച്ചുകൊണ്ട് വീണ്ടും വിട്ടുകൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു സാധ്യത നേരത്തെ ഇല്ലായിരുന്നു. ഒരു വലിയ ഒരു ആശ്വാസമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പിണറായിയെ ആ കേസിൽ, ആ ഒരു ബില്ലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ആർക്കും കഴിയാത്തതാണ്, അദ്ദേഹത്തിന് മാത്രം കഴിഞ്ഞതാണ്. അതുപോലെ PV അൻവർ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഷാജിസ് കറിയ എന്ന ആ വ്യക്തിയെ, അത് മാത്രമല്ല അദ്ദേഹവുമായി അന്ന് വാർത്തകൾ ചെയ്തിരുന്ന വ്യക്തികളെല്ലാം ഈ പറഞ്ഞ എനിക്കടക്കം അന്ന് ഭീഷണി ഉണ്ടായിരുന്നു. കാരണം ഷാജിസ് കറിയെ പൂട്ടുക, മറുനാടൻ മലയാളി അടച്ചുപൂട്ടുക, 6ാം നിലയിൽ നിന്ന് താഴെ ഇറക്കുക, പിന്നെ വിക്കറ്റ് നമ്പർ 1, അങ്ങനെയല്ലല്ലോ, വേറെന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2, ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഞാനും വളരെയേറെ പ്രതിഷേധിച്ചു, ഇന്നും അത്തരം നിലപാടുകളിൽ പ്രതിഷേധിക്കുന്നു. പക്ഷെ ഇപ്പോ 1-2 വീഡിയോകളിലായി PV അൻവറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് ചിലർക്ക് ചോദിച്ചു, നിനക്കൊരു നിലപാടില്ലേ? എനിക്ക് നിലപാടുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ വിഷയത്തിലുമാണ്. മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസവും എനിക്ക് വരുന്ന കോളുകൾ അത്രത്തോളം വലുതാണ്. അതിന് കാരണക്കാരൻ PV അൻവറാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതാണ് അതിന്റെ കാരണം. മലപ്പുറം ജില്ലയ്ക്കുള്ളിൽ 9,000 കേസിന്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 41,000-ഓളം കേസുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ സാഹചര്യം, അതായത് ക്രൈം റേറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. SP സുവിദാസിന്റെ മുതലാണ് ഇങ്ങോട്ട് ആണ് എന്നാണ് കണക്കുകളും കാര്യങ്ങളും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. ഒരുപാട് കള്ളക്കേസുകൾ, അതായത് മയക്കുമരുന്ന് കേസുകൾ ഉണ്ട് എന്നതാണ്. ചെറുപ്പക്കാരെ മയക്കുമരുന്ന് കേസിൽ, കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടേക്കണം. അതില് ശിക്ഷ വാങ്ങിയിട്ട് 12 കൊല്ലത്തെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് 3-ാം മാസത്തിലേക്ക് കടക്കും. 3 മാസം പൂർത്തിയായിട്ടുള്ള അബൂബക്കർ എന്ന് പറയുന്ന മലപ്പുറത്തുകാരനായ ഒരു യുവാവുണ്ട്, 28 വയസ്സുകാരനാണ്. 2 വർഷമായി പുറലോകം കണ്ടിട്ട് നിരപരാധിയാണ്. ഗൂഡല്ലൂരിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. തിരൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് കുറെ കള്ളക്കഥകൾ, ഒരുപാട് കഥകൾ. DYSP ഓഫീസിലെ CCTV ദൃശ്യങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളോ എടുത്തു കൊടുത്താൽ മതി, തെളിയും അറസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് എന്നുള്ളത്. പക്ഷെ അതുപോലും നോക്കുന്നില്ല, അത് ചെയ്യില്ല. കാരണം പോലീസിന്റെ കസ്റ്റഡിയിലാണ് അത്തരം CCTV ദൃശ്യങ്ങൾ. യദുവിന്റെ കാര്യം പറഞ്ഞതുപോലെ യദുവിന്റെ കാര്യങ്ങൾ തെളിയാൻ ആ പരിസരത്തുള്ള പോലീസ് ക്യാമറയിലെ ദൃശ്യങ്ങൾ തന്നെ മതി. പക്ഷെ അത് യദുവിന് വേണ്ടി ഉപയോഗിക്കില്ല, അത് മേയർക്ക് വേണ്ടി ഒരു വിഷയം ഉപയോഗിച്ചേക്കും. എന്നതുപോലെയാണ് ഇവിടെ ഓരോ തെളിവുകളും നീക്കപ്പെടുന്നത്. ഈ അബൂബക്കർ എന്ന ചെറുപ്പക്കാരൻ, 2 ചെറിയ കുഞ്ഞുങ്ങളുടെ പിതാവ്, അദ്ദേഹത്തെ കുരുക്കിയതുപോലെ ഒട്ടനവധി കേസുകളുണ്ട്. അത്തരം ചില കേസുകളിൽ പോലീസ് ബോർഡ് പോലും കൊടുത്തതായിട്ടുള്ള ചില റെക്കോർഡുകൾ, വോയിസ് റെക്കോർഡുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നമ്മളെ വണ്ടി കൊണ്ട് വേറെ പോയതേനു, എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോയത്. അപ്പൊ അതിന്റെ ഉള്ളിലെ ബോർഡ് ഇറക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇടവണ്ണുണ്ട്. അതന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ആ സാധനം എത്തിക്കണം. പോലീസ് ബോർഡാണത്. ഇല്ല, ഞാൻ ഡിക്കിയിൽ കഴിച്ചിട്ടാണ്. എവിടെ വന്നിട്ടില്ലല്ലോ, പോകുന്നില്ലല്ലോ. ഞാൻ 20 മിനിറ്റ് അവിടെ എത്തും. ഭീകരമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ കള്ളക്കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. താമർ ജഫ്രി തന്നെ ആ കേസിൽ തന്നെ 2 തരത്തിലാണ് കേസുകൾ വരുന്നത്. ആ 2 തരത്തിലും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകളെ കുറിച്ച് വരുന്നുണ്ട്. അതിൽ നിരപരാധികളുടെ സ്ഥാനത്ത് പോലീസുകാർ പോലും ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതിൽ 1-ാമത്തെയായി വരേണ്ടത് ജില്ലാ പോലീസ് മേധാവിയാണ്, മലപ്പുറം ജില്ലേന്റെ മേധാവിയാണ്. പക്ഷേ അദ്ദേഹം അല്ല കേസിൽ പ്രതിയായി വന്നത്. ഉത്തരവിട്ടയാൾ ഇപ്പോഴും പുറത്താണ്. ഉത്തരവ് അനുസരിച്ചവരാണ് ഇപ്പൊ പ്രതിയായിട്ട് നിൽക്കുന്നത്. എന്നാൽ അത് ഉത്തരവിൽ ഇല്ലാതിരുന്ന, ഇതൊന്നും അറിയാത്ത ആളും പ്രതിയായിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതും അന്വേഷിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ താമരശ്ശേരിയിലും അതുപോലെ
പുത്തനത്താണിയിലും ഇവിടെ പല ഭാഗത്തായി, മലപ്പുറത്തും ഒക്കെയായി പല ഭാഗങ്ങളിലായി ഒട്ടനവധി കേസുകളാണ് ഞാൻ അറിയുന്നത്, എനിക്കറിയാവുന്നത്, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ, യുവാക്കളെ കള്ള മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുത്തി, കള്ളക്കേസുകൾ ഉൾപ്പെടുത്തി നിരപരാധികളെ ജയിലിൽ അടയ്ക്കുമ്പോൾ എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നത്? ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ തെരഞ്ഞു പിടിച്ചാണ് ആൾക്കാരെ ജയിലിലേക്ക് അടയ്ക്കുന്നത്. അതായത് ആ വീട്ടിലുള്ളവർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടോ, ആ സാമ്പത്തിക സ്ഥിതി നിയമപരമായി അവർക്ക് വിനിയോഗിക്കാൻ കഴിയുമോ, എത്രത്തോളം നിയമപരിജ്ഞാനമുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂബക്കർ. അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണമെന്ന് ആദ്യം അറിയില്ല. ഈ കേസ് ശരിക്ക് തെളിവുകൾ സഹിതം എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വെറുതെ വിടുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്, താഴെക്കോട് ശിക്ഷിക്കില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ പോലീസ് ഹാജരാക്കിയ തെളിവും പ്രോസിക്യൂഷന്റെ അവതരണവും എല്ലാം കൂടി ആവുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അബൂബക്കറിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഇല്ലാത്ത ഒരു നിയമപരിജ്ഞാനവും അല്ലെങ്കിൽ വക്കീലന്മാരെ കുരുട്ടുബുദ്ധിയും ഒന്നും അറിയാത്തത് കൊണ്ട് കുടുങ്ങിപ്പോയി. അങ്ങനെ ഒട്ടനവധി പേർ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ കാത്തു നിൽക്കുന്നു, വിചാരണയിൽ നിൽക്കുന്നു, ചിലരൊക്കെ കേസിൽപ്പെട്ട് നിൽക്കുന്നു, ചിലരൊക്കെ ജാമ്യം എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഇവിടെ ഉണ്ട്. അത്തരം നിരകൾ പുറത്തു വന്നത് ഇങ്ങനെ കള്ളക്കേസിൽപ്പെട്ട് ഒരു വിഭാഗം, വലിയൊരു വിഭാഗത്തെ കുരുക്കിലിട്ടിരിക്കുന്നു, അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്, പലരൊക്കെ ആത്മഹത്യ ചെയ്തു. ആ ഒരു വിധത്തിലൊക്കെ എത്തിച്ചേർന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കളികൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്, പ്രതികാരം കൊണ്ടാണ്, അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെ താറടിക്കാൻ വേണ്ടിയിട്ടാണ്, ഭീകരവാദികളെന്ന് മുദ്ര കുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ തെളിയണിപ്പോ. അങ്ങനെ തെളിഞ്ഞ് ജനങ്ങൾക്കത് മനസ്സിലാകുന്നതും കേരളക്കരയാകെ മലയാളികൾ മുഴുവൻ അത് ചർച്ച ചെയ്യുന്നതും ആര് കാരണമാണ്? PV അൻവർ കാരണമാണ്. PV അൻവർ മലപ്പുറത്തെ പോലീസ് അസോസിയേഷന്റെ ആ ഒരു പരിപാടിയിൽ നിലവിലുള്ള SP വിമർശിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ SP സുജിത്ദാസിനെ വിമർശിച്ചു, ADGP അച്യുത് കുമാറിനെ വിമർശിച്ചു, പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ വിമർശിച്ചു. അങ്ങനെ ഒരു വിഭാഗത്തെ വിമർശിച്ചിട്ട് ഓരോരോ കേസുകളെടുത്ത് പുറത്തിടാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോണ കഥകളാണ്. അതുകൊണ്ടാണ് എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, PV അൻവർ ഷാജൻസ്കറിയ എന്ന വ്യക്തിയെയും മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തെയും ആക്രമിച്ചതിൽ അത്യന്തം പ്രതിഷേധിക്കുന്നതോടൊപ്പം ഇത്തരത്തിലൊരു കാര്യം പുറത്തു കൊണ്ടുവന്നതിൽ, ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാക്കി തുടങ്ങിയാൽ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ, ആ വിധത്തിലും ചിന്തിക്കുന്നതിൽ അതില് PV അൻവർ ചെറിയ പങ്കല്ല വഹിച്ചിട്ടുള്ളത്. അപ്പോ ഒരു വ്യക്തി നല്ലത് ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് പറയാനും, അത് മോശം ചെയ്യുമ്പോൾ അത് മോശമെന്ന് പറയാനും കഴിയണം. അതിനെയാണ് മാധ്യമധർമ്മം എന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. PV അൻവർ 19 മണിക്കൂർ മുമ്പ്, ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു 19 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ സാറേ എന്ന്. ആ മനസ്സിലായോ സാറേ എന്നുള്ള ചോദ്യത്തില് എനിക്ക് തോന്നുന്നു വിനായകന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലേ, ആ സിനിമയുടെ സീൻ, വളരെ കൃത്യനായ മുഖത്തോടു കൂടി അതിന്റെ എല്ലാ ഭാവങ്ങളും ആവാഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മനസ്സിലായോ സാറേ എന്ന്. ആ പിക്ചർ കൊണ്ട് തന്നെ എല്ലാം പറയും. PV അൻവറിന്റെ ഒരു വാക്യത്തിൽ മാത്രമുള്ള വിക്കറ്റ് നമ്പർ 1 എന്നുള്ള ചിത്രം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റമ്പിന് മൂന്ന് സ്റ്റമ്പാണല്ലോ ഉണ്ടാകുക ഒരു വിക്കറ്റ്. അപ്പൊ അതിൽ ഒരു സ്റ്റമ്പ് തെറിച്ചപ്പോ വിക്കറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞപ്പോൾ അറിയാം പിന്നെ 2 പേർ എന്നുള്ളത്. അങ്ങനെ വളരെ ആസൂത്രിതമായാണ് ഓരോ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ MR അജിത് കുമാറാണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല. ആരെയായാലും മനസ്സിലായോ സാറേ എന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, PV അൻവറിനെ ചില കാര്യങ്ങളിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാണ് എന്ന അർത്ഥത്തിൽ കൂടിയാണ്.